അതായത് ആ ക്ഷേത്രത്തിൻ്റെ ആരാധനാപരമായിട്ടുള്ള ആചാരം, ഉത്സവം എല്ലാം തീരുമാനിക്കാനും നേതൃത്വം നൽകാനും ഉള്ള ആളാണ് ആവേൻ. ഈ ആവേനെ നിയമിക്കുന്നത് അവിടുത്തെ ഒരു മുസ്ലിം കുടുംബമാണ്, പ്രമുഖ മുസ്ലിം കുടുംബമാണ്. ഇന്നും ഈ കെട്ട കാലത്ത് പോലും അത് കാത്തു സൂക്ഷിക്കുന്നതാണ് മലപ്പുറത്തിൻ്റെ പാരമ്പര്യം. താനൂര് ശോഭപ്പറമ്പ് കുറുമ്പ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്, വലിയ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ അവിടുത്തെ ഏറ്റവും വലിയ പരികർമ്മി എന്ന് പറഞ്ഞാൽ ആവേൻ എന്ന് വിളിക്കുന്ന ആളാണ്. ആവേൻ ശോഭപ്പറമ്പിലുള്ള അത് ഒരു വലിയ ചടങ്ങാണ്. ആവേൻ വിളി എന്നാണ് അതിന് പറയുക. അതായത് ഈ ചെറുപഴവും അതേപോലെ ദീപമൊക്കെ കൊണ്ടുവന്ന് അവർ ആനയിച്ച് കൊണ്ടുവന്ന് ഈ ആവേൻ വിളിക്കുന്ന മുസ്ലിം കുടുംബത്തിലെ കാരണവരെ ക്ഷേത്രത്തിലെത്തിച്ച് ഒരുപാട് അവിടുത്തെ 12 ദേശക്കാരെല്ലാവരും കൂടി ഒരു വലിയ ആഘോഷം പോലെയാണ് ആവേൻ വിളി നടത്തുന്നത്. ഈ ആവേൻ വിളി എന്ന് പറയുന്നത്, അതായത് ഈ പരികർമ്മിയെ തീരുമാനിക്കുന്നത് അവിടുത്തെ മുസ്ലിം കുടുംബത്തിലെ കാരണവരാണ്. അവരാണ് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യം തീരുമാനിക്കുന്നത്. ആ തീരുമാനിക്കുന്നത് മുസ്ലിം കുടുംബമാണ്. തൊട്ടുപുറത്ത് നമ്മൾ തിരൂരിലേക്ക് വരിക, അവിടെ ഇപ്പോൾ പുതിയങ്ങാടി നേർച്ച നടക്കുകയാണ്. അതായത് യാഹൂൻ തങ്ങൾ എന്ന് പറയുന്ന വലിയ സൂഫി വര്യൻ്റെ പേരിൽ നടത്തുന്ന ഈ നേർച്ചയ്ക്ക് കൊടിയേറ്റ് നടത്തുന്നത് അവിടുത്തെ അമ്പാട്ട് എന്ന് പറയുന്ന ഹിന്ദു കുടുംബത്തിലെ കാരണവരാണ്. എവിടെ കാണാൻ പറ്റുമത്?